ഹേ വെറുതെ രസമുർച്ചയാണൊന്നും തോന്നല്ലേ. അപ്പോൾ ഞങ്ങളുള്ളത് കടലുണ്ടിന്റെ പുഴയോരത്താണുള്ളത്. കടലുണ്ടി പുഴയോരത്താണുള്ളത്. അപ്പോൾ ഇവിടെ കുറിച്ച് പറയാനുള്ള നമ്മൾ ഐസ്ലാൻഡ് ടൂറിസം കടലുണ്ടി അവിടെയും അതുപോലെ തന്നെ നമ്മുടെ മാംഗ്ലൂർ റിട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ റിസോർട്ട് ഒന്നും പറയാം, എന്നാലും ചെറിയൊരു ഇവന്റ് ഒക്കെ നടത്താൻ പറ്റിയ നല്ലൊരു ഏരിയ. അപ്പൊ അങ്ങോട്ട് വന്നതാണ്. അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ കാണാം. വാ. എന്തായാലും മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ്, ഒന്നും പറയാനില്ല. ഇവിടുത്തെ വ്യൂ എന്നാണ് ഇവിടുത്തെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വ്യൂ ആണ്. പിന്നെ ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണാം നമ്മളെ കണ്ടൽക്കാടാണ് ഫുള്ളുള്ളത്. കണ്ടൽക്കാടിൻ്റെ ഈ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഏകദേശം നല്ലൊരു എന്താ പറയുക ഭംഗിയുള്ളൊരു സ്ഥലം തന്നെ. മൊത്തത്തിൽ ആ വ്യൂ ഒന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിന്റെ ഓണറായ നമ്മളെ രാജേട്ടനോട് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നു. രാജേട്ടൻ എങ്ങനെയൊക്കെ ഇതിന്റെ ഇവിടുത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു. ഇതിൽ നമുക്ക് 2 AC റൂംസ് ആണുള്ളത്. ആ AC റൂംസിന് നമ്മൾ 2 ആളെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ 2500 റുപ്പീസാണ്. അതിലൊരു അഡീഷണൽ ബെഡ് എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ അഡീഷണൽ 500 റുപ്പീസ് ഞങ്ങൾ ചാർജ് ചെയ്യും. അങ്ങനെ 2 ഉണ്ട്. ഇത് പിന്നെ ഇതിൽ കിച്ചന്റെ പ്രൊവിഷൻ ഉണ്ട്. പാചകം ചെയ്യാനൊക്കെ അതിനുള്ള പാചകം ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു ചെറിയ രീതിയിലുള്ള പാചകം ചെയ്യാനുള്ളത്. ഇതിപ്പം ഗ്രില്ല് ചെയ്യാനുള്ള സംവിധാനം അതാ കിടക്കുന്നത്, അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇതില് നമ്മള് ഒരു 75 ആളുകളെയൊക്കെ മറ്റേ ഒരു മീറ്റിംഗ് നടത്താൻ പറ്റും, പരിപാടി ഭംഗിയായിട്ട് നടത്താൻ പറ്റും. അതിനാവശ്യമുള്ള സൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതുണ്ട്. പിന്നെ ഇതിന് മാത്രം വേണ്ടി തനിയെ ബാക്കിൽ വാഷ്റൂം ലേഡീസിനും ജെന്റ്സിനും വേറെ സെപ്പറേറ്റ് വാഷ്റൂംസ് ഉണ്ട്. പിന്നെ ഇതിന് നമ്മൾ ചാർജ് പറയണോ? ചാർജ് ചെയ്യുന്നത് ഇത് ഈ പ്രിമൈസ് ഒന്നായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു 150 ആളൊക്കെ പരിപാടിയാണെങ്കിൽ ഞങ്ങൾ 15,000 റുപ്പീസിനാണ് ഞങ്ങളിത് കൊടുക്കുന്നത്. 15,000 ഈ പ്രിമൈസ് ഒന്നായിട്ട്. എന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്? ഈ സംഗതികൾ മാത്രം. ഇപ്പൊ നിങ്ങൾ ഫുഡ് നിങ്ങൾ പറയുകയാണെങ്കിൽ സെപ്പറേറ്റ്, അത് നിങ്ങൾ തരുന്ന മെനുവിനനുസരിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് റേറ്റ് തരും. ഇനിയിപ്പോ നിങ്ങൾ വേറെ മറ്റേ കാറ്ററിംഗുകാരെ കൊണ്ട് ചെയ്യിക്കാന്നെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഇവിടെ വേസ്റ്റ് അവർ തന്നെ ക്യാരി ചെയ്യണം, അത്രമാത്രമേ കാര്യമുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ ഇതിന് ഞങ്ങൾ ഒരു പെർ ഹെഡ് റേറ്റിലുള്ള ഒരു പാക്കേജ് കൊടുക്കുന്നുണ്ട്. അത് ഇപ്പോൾ രാവിലെ നിങ്ങൾ വരികയാണെങ്കിൽ രാവിലെ വരുമ്പോൾ നമ്മളൊരു വെൽക്കം ഡ്രിങ്ക് അല്ലെങ്കിൽ ടീ സ്നാക്സ് ഏതെങ്കിലും ഒന്ന് തരും. ഒരു 2 മണിക്കൂർ ബോട്ടിങ് ഇത് തരും. ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയി നമ്മളെ ബേർഡ് സെഞ്ചുറി കണ്ട് അങ്ങ് നമ്മളെ ഇതുണ്ട്, എന്താണ് ഈ കടലുണ്ടിക്കട ബ്രിഡ്ജ്, ആ ബ്രിഡ്ജിന്റെ ഏകദേശം അടുത്തുകൂടെ തിരിച്ച് ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് ഇവിടെ വരുന്നത് നല്ലൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. ആ പാക്കേജ് പൊട്ടാണ്. അത് തിരിച്ച് ഇവിടെ വരുമ്പോൾ ഞങ്ങളൊരു ഹെൽത്തി സീ ഫുഡ് പറഞ്ഞിട്ട് ഞങ്ങളൊരു സീ ഫുഡ് പാക്കേജ് ഉണ്ട്. അതില് മറ്റേ ഒരു കരിമീൻ പൊരിച്ചത്, അത് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് കുറെ കരിമീൻ പൊരിച്ചതുണ്ടാവും. ഒരു പ്രോൺസിന്റെ ഒരു കറി ഉണ്ടായിരിക്കും, ഒരു ചിക്കൻ്റെ ഐറ്റം ഉണ്ടായിരിക്കും, ഒരു ക്രാബിന്റെ പെരളൻ ഉണ്ടായിരിക്കും, പിന്നെ സാമ്പാർ തുടങ്ങിയിട്ടുള്ള ബാക്കിയുള്ള അതിന്റെ സൈഡ് ഡിഷസ് ഒക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അവസാനം ഒരു പായസം അടക്കം വളരെ മനസ്സറിഞ്ഞിട്ട് പോകാം. അത് പെർ ഹെഡ് നമ്മൾ 1000 റുപ്പീസ് ആണ് ചാർജ് ചെയ്യുന്നത്. 1000 റുപ്പീസ്. അത് മിനിമം 10 ആളുകൾ ഉണ്ടാകണം, അപ്പോഴാണ് ഈ റേറ്റിൽ വർക്ക്ഔട്ട് ആവുള്ളൂ. നമ്മളെ ബോട്ടിൽ ആള് കൂടുന്നതിനനുസരിച്ച് ഇതില് വേറെ പാക്കേജിൽ വേറെ മാറ്റം. കാരണം ഇത് 10 ആളുകൾ ഈ ബോട്ടിൽ പോകുന്നത് 10 ആളുകളാണ്. അപ്പൊ ഇപ്പൊ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഇപ്പം പോർട്ട് ഓഫീസർ 8 ആളുകളെ ബോട്ടിൽ കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതാണ് ഇപ്പൊ ഇന്നൊന്നും ബോട്ട് സർവീസ് നടക്കുന്നില്ല. അപ്പൊ അതിന് നമ്മൾ അതിലുള്ള പ്രഷർ ചെലുത്തുന്നുണ്ട്. നമ്മളെ ബോട്ടിൽ ശരിക്കും 12 ആളാണ് പോകുന്നത്. എങ്ങനെയുണ്ട് ഇപ്പൊ ഇവന്റ് കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടോ അവിടെ? ഇവിടെ ഓൾമോസ്റ്റ് ഒരു 16-18 ഇടയിലൊക്കെ ഓരോ മാസം നടക്കുന്നുണ്ട്. ഇന്നലെ ഇവന്റ് ഉണ്ടായിരുന്നു, ഇനിയിപ്പോ മറ്റന്നാളുണ്ട്. ഇതില് മെയിനായിട്ട് ഇപ്പൊ ബർത്ത്ഡേ പാർട്ടീസ്, പിന്നെ മൈലാഞ്ചി കല്യാണം, പിന്നെ ഈ
പെയിന്റ് കമ്പനികള്, ഈ ജ്വല്ലേഴ്സ്, ഇവരുടെയൊക്കെ ഈ സ്റ്റാഫ് മീറ്റിംഗ് അതിന് വളരെ ആപ്റ്റായിട്ടുള്ള സ്ഥലമാണ്. അതിനെ എല്ലാവരും ഞങ്ങൾ പാലാണ് കാണുന്നത്, വണ്ടി മറിഞ്ഞ ഭാഗമാണ് കാണുന്നത്, ടൂമയിൽ മറിഞ്ഞ. ഓക്കെ, എന്തായാലും രാജേട്ടൻ പറഞ്ഞ മാതിരി തന്നെ അടിപൊളി സ്ഥലമാണ്, ഒന്നും പറയാനില്ല. എന്തായാലും നിങ്ങൾ വരുന്നവർക്ക് വരാം, അടിപൊളി സ്ഥലമാണ്. നമ്പർ മനോഹരിയാണ് ഏറ്റവും അടിപൊളി. പിന്നെ വൈകുന്നേരമൊക്കെ ഇവിടെ ഒരു പ്രത്യേക വൈബാണ് ആളുകൾ വരുമ്പോൾ. പിന്നെ ഒരു മൺസൂണിലൊക്കെ വരികയാണെങ്കിലും മൺസൂണിനും ഇവിടെ ശരിയായിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന ആളുകളാണ്. ഇപ്പൊ ഇവിടെയൊക്കെ രാത്രി മാത്രമാണ് നമുക്ക് അവൈലബിൾ. ഇതിപ്പോ നമ്മുടെ അടുത്ത് ഇത് 1 ഏക്കർ 60 സെന്റ് സ്ഥലമുണ്ട്. ഇതില് ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ. അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വരും. ഇവിടെ ഇത് വരേണ്ടതെന്ന് വെച്ചാൽ കടലുണ്ടി റെയിൽവേ സ്റ്റേഷനോട് ചാരിയിട്ട് തന്നെയാണ്. ഏകദേശം കടലുണ്ടി ലെവൽ ക്രോസ് കഴിഞ്ഞ് ലെവൽ ക്രോസിനോട് ചാരിയിട്ടുള്ള റോഡാണ്. ആ റോഡിന് നേരെ വന്നാൽ തന്നെ ഇവിടെ കാണാം ഐസ്ലാൻഡ് ടൂറിസം എന്ന് പറഞ്ഞാൽ തന്നെ കാണാം. അങ്ങനെ നേരെ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ മാംഗ്രൂവ് റിട്രീറ്റ് എന്നിട്ടുള്ള ആ റിസോർട്ടിലേക്ക് നമുക്ക് എത്തുന്നതാണ്. എന്തായാലും അടിപൊളിയാണ്. എല്ലാവരും വരിക, അടിച്ചു പൊളിക്കുക ഗൈസ്. ഇവിടെയാണ് ഗൈസ് പാർക്കിംഗ് ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ആ പാലം കയറി നേരെ